ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജാഗരം എന്നതാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഓരോ നോമ്പുകാലവും നമ്മിൽ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന് അത് പ്രാർത്ഥനയുടെ കാലമാണ് എന്നതാണ്. കുറച്ചുകൂടെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക, എപ്രകാരം ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധം കൂടുതൽ വളർത്തുവാൻ സാധിക്കും തുടങ്ങിയ ചിന്തകളൊക്കെ ഈ നോമ്പുകാലത്ത് നമ്മുടെ പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും. എന്നാൽ എപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയിലേക്കാണ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്? അതിനുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക എന്ന ഈശോയുടെ വാക്കുകൾ സുവിശേഷങ്ങളിൽ നിരവധി തവണ നമുക്ക് കാണാം. വിശുദ്ധ മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കയുടെയും സുവിശേഷങ്ങളിൽ ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് സദാ ജാഗരൂകരായിരിക്കുവിൻ, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ എന്ന പ്രബോധനം ഈശോ തൻ്റെ ശിഷ്യർക്ക് നൽകുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നും ഗെത്സമനിയിൽ വെച്ച് തൻ്റെ ശിഷ്യരോട് ഈശോ പറയുന്നുണ്ട്. സദാ ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഒരു വലിയ മാതൃക ഈശോ തന്നെയാണ്. ജാഗരം എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതും. സുവിശേഷങ്ങളിൽ ഉടനീളം നാം ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് ഇടമുറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മരുഭൂമിയിൽ 40 ദിനങ്ങൾ ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ടാണ്. പിന്നീട് എല്ലാ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപിലും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം സുവിശേഷകന്മാർ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ലാത്ത അവസരങ്ങളിലും ഈശോ പ്രാർത്ഥിക്കുന്നതായി കാണാം. 5 അപ്പം 5000-ലധികം ആളുകൾക്ക് വിളമ്പിയ അതിശയം നിറഞ്ഞ ആ ദിനത്തിൻ്റെ ഒടുവിൽ തന്നെ അനുഗമിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനെ പിരിച്ചുവിട്ടിട്ട് ഈശോ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോകുന്നുണ്ട്. രോഗികളെ സുഖപ്പെടുത്തിയും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുമൊക്കെ കഴിയുന്ന തിരക്ക് നിറഞ്ഞ പകലുകൾക്ക് ശേഷവും രാത്രി തനിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെയും നമുക്ക് കാണാം. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നവരാകാം നാം. നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും അനുസരിച്ച് പ്രാർത്ഥനയുടെ സമയവും തീവ്രതയും ഒക്കെ വ്യത്യാസപ്പെടുകയും ചെയ്യും. എന്നാൽ പ്രാർത്ഥന ദൈവവുമായുള്ള ഇടപിരിയാത്ത ഒരു ബന്ധമായി മാറ്റുവാനാണ് ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. തന്നെ നോക്കി ആശ്ചര്യപ്പെടുന്ന ജനക്കൂട്ടങ്ങൾക്ക് നടുവിലും കൊല്ലാനായി ഗൂഢാലോചന നടത്തുന്ന മനുഷ്യർ ചുറ്റുമുള്ളപ്പോഴും കണക്കില്ലാത്ത വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും ഈശോയെ തേടിയെത്തിയപ്പോഴും അവൻ പ്രാർത്ഥിക്കാൻ മറന്നില്ല. താൻ ഒറ്റുകൊടുക്കപ്പെട്ട മരണത്തിൻ്റെ ഭീതി നിറഞ്ഞ ആ രാത്രിയിലും ഈശോ തൻ്റെ പ്രാർത്ഥന എന്ന പതിവ് മുടക്കുന്നില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പറയുന്നു, അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ നാം പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടങ്ങളും സന്തോഷങ്ങളും നമ്മിൽ നിറയുമ്പോൾ, അഥവാ വലിയ ആത്മസംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാനും അവിടുത്തെ ശബ്ദത്തിന് കാതോർക്കാനും നാം മറന്നു പോകാറില്ലേ? ഈ മറവിയിൽ നിന്ന് ദൈവത്തിലേക്കുള്ള നിരന്തരമായ ഒരു തുറവിയിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അതാണ് ജാഗരം. ആരവങ്ങളിലും ആഘോഷങ്ങളിലും വിലാപങ്ങളിലും ഇടമുറിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവഹിതം അന്വേഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 37-ാം തിരുവചനം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അതെ, ഇന്ന് ഈ ചോദ്യം അവിടുന്ന് നമ്മോടും ആവർത്തിക്കുന്നു. എന്താണ് നീ ഉറങ്ങുന്നത്? ഉണരുക. എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൽ ആശ്രയിക്കുക.